ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് നാളെന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് മുതലുള്ള ഒരു ആഗ്രഹമാണ് സഫലമായിട്ടുള്ളത്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പതിയെ പറഞ്ഞുതരാം. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഡ്രീം എന്താണ് ഞാൻ കേൾക്കുന്നത്. അതായത് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ കൂടുതലും ചോദിക്കാറില്ല, എങ്കിലും ഡ്രീം എന്താണ്, ആഗ്രഹം എന്താണ് എന്നൊക്കെ ചോദിച്ചത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എൻ്റെ സാറ് ചോദിച്ചു. അപ്പം ഞാനതിന് ആൻസർ പറഞ്ഞതായിരുന്നു ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആൻസർ ഞാൻ പറഞ്ഞപ്പം അവർ പറഞ്ഞു, നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അന്ന് എനിക്കറിയില്ലായിരുന്നു, ഇന്നും എനിക്കറിയില്ല കേട്ടോ. ഫാഷൻ ഡിസൈനിങ് ഒരു മോശം ഉള്ളൊരു രീതിയിലായിരുന്നു അന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വിടും കേട്ടോ, നെഗറ്റീവ് അടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിലേക്ക് പോവാം. എൻ്റെ ഹാപ്പിനെസ് ഇത് തന്നെയാണ്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ചേർന്നിട്ടുണ്ട്, പഠിക്കുവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റും എൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് പറയുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയ്ക്ക് ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ട് കാര്യം കിട്ടുമ്പോൾ എന്തായിട്ടും എല്ലാവർക്കും അതുപോലെ തന്നെ അല്ലേ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഓൺലൈൻ കോഴ്സാണ് ചെയ്യുന്നത്. അത് എന്താണ്, ഏത് കമ്പനിയാണ് ഒന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ഒരുപാട് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് പഴയതുപോലെയൊന്നുമല്ല. നമുക്ക് കൊറോണ വന്നതിന് ശേഷമുള്ളൊരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു നല്ലൊരു കാര്യമാണ് നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ പറയുകയാണ് കേട്ടോ, ഞാൻ അതിന് മുമ്പ് വരെ ഏതൊരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഓൺലൈനാണ് പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും ഞാൻ അതിനൊരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഫീസ് അടക്കോ ചേരാനോ ഉദ്ദേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേങ്കിൽ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ മക്കളുടെയൊക്കെ ഓൺലൈൻ സ്കൂളൊക്കെ കണ്ട്, അതുപോലെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കത് വിശ്വാസമായി കേട്ടോ, നമുക്കത് ഓൺലൈനായിട്ടും പഠിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പിന്നീട് ഓൺലൈനെ വിശ്വസിച്ചതും ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും. എൻ്റെ അടുത്ത് ആ സമയത്തൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു ഓൺലൈൻ ക്ലാസ് എടുക്കുമോ എന്നുള്ളത്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല. കാരണം എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതിൽ വലിയൊരു മിസ്റ്റേക്ക് അല്ലേ. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോവിഡിന് ശേഷമാണ് ഈ ഒരു ഓൺലൈൻ എന്നുള്ള സംഭവം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ടാവും ചേർന്നിട്ട്. പക്ഷേ ഇപ്പോഴാണ് എല്ലാ മെറ്റീരിയൽസും എനിക്ക് കയ്യിൽ കിട്ടിയത്, ഞാനിപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പ്രത്യേകിച്ച് വേറെ എൻ്റെ പേഴ്സണൽ കാര്യമൊന്നും കാണിക്കുന്നില്ല, വീട്ടിലെ പണിയൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, ഞാൻ നാട്ടിലാണ്, ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. അതായത് ആവശ്യമുള്ള മെറ്റീരിയൽസാണ് കേട്ടോ, നമുക്ക് കുറച്ച് ആവശ്യമുള്ളത്. അപ്പോൾ അതിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കുപ്പി വേണമല്ലേ, അത് ഇട്ട് വയ്ക്കണം, മുത്ത് കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയക്കാനുള്ള കിറ്റുകളാണ് കേട്ടോ, ഒക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇതാണ് എൻ്റെ സ്റ്റോർ റൂം, എൻ്റെ ബിസിനസ് സ്റ്റോർ റൂമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ സംഭവം ഒന്ന് അടിച്ചു മാറ്റാൻ വന്നതാണ്. ഇവിടെ ഒരുപാട് ബോട്ടിൽസ് വാങ്ങിയിരുന്നു കേട്ടോ, സ്റ്റോക്ക്. ഞാൻ കോഴിക്കോട് പോയിട്ട് സ്റ്റോക്ക് എടുത്തിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ കുഞ്ഞു ബോട്ടിൽസ്, അതായത് ഇങ്ക് വെല്ലുണ്ടല്ലോ, അത് കുറച്ച് മോഷ്ടിച്ചു കൊണ്ടുവന്നു. എൻ്റേതാണെങ്കിലും എനിക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അതായത് ഇത് സെയിൽ ചെയ്യാനുള്ളതല്ലേ എന്നുള്ളൊരു അത് നമ്മൾ പലരും പറയുന്നതൊക്കെ പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഈ ഷോപ്പിൽ മിഠായി കടയിലുള്ളവരൊക്കെ എങ്ങനെയാണാവോ ക്ഷമിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. കാരണം ഇത്രയും മിഠായി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കഴിക്കാതെ എങ്ങനെ വിൽക്കും എന്നൊക്കെ ഉള്ളത് ചെറിയ കുഞ്ഞുനാളിൽ ഇങ്ങനെ കൺഫ്യൂഷൻ, എന്തായിരിക്കും അവർ ചെയ്തെന്ന്, അവരുടെ മനസ്സ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയട്ടെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ അതിലുള്ള ഒന്നും തന്നെ നമുക്ക് എടുക്കാനോ കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യാനോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ഇതിനെനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് എടുത്തതാണ്. അല്ലാതെ ഞാൻ ഒരു കലമാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ വേറെ എൻ്റെ അടുത്തുള്ളത് തന്നെ ശരിയാക്കി യൂസ് ചെയ്യാന്നല്ലാണ്ട് പുതിയത് എടുക്കൽ കുറവാണ്. പിന്നെ ഞാൻ ഈ മെറ്റീരിയൽസൊക്കെ എൻ്റെ സിസ്റ്റർ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് വാങ്ങിപ്പിച്ചതാണ്.
എനിക്ക് വേറെ ക്ലാസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ മെറ്റീരിയൽസ് കിട്ടി. എല്ലാം ചെറിയ റേറ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഷോപ്പിൽ പോയി നോക്കുമ്പോൾ 10 ഗ്രാമിന് 10 രൂപ 20 രൂപ പല റേഞ്ചിലുണ്ട് കേട്ടോ. പല ഐറ്റംസ് പല റേറ്റിലാണുള്ളത്. അവർ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഉണ്ട് കേട്ടോ മെറ്റീരിയൽസ്, ഇനിയും ഒക്കെ വാങ്ങാനുണ്ട്. എനിക്കൊന്ന് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെങ്കിൽ നല്ല ഒരു ചിലവാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാലിഗ്രാഫി പോലെയല്ല, കുറച്ചും കൂടെ മെറ്റീരിയൽസൊക്കെ നല്ലോണം വേണം, അതുപോലെ ടൈമും നല്ലോണം വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സമയമില്ല, മക്കളുണ്ട്, പല കാരണങ്ങൾ പറയും. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുള്ള കാരണമല്ല കേട്ടോ. ശരിക്കും അതൊക്കെ എന്ന് വെച്ചാൽ ഒരു എക്സ്ക്യൂസാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ ഫോൾട്ട് നമ്മൾ വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വിചാരിക്കുമോ പിന്നെ അങ്ങനെ പറയുന്നതെന്നുള്ളത്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, കാരണം എൻ്റെ സ്റ്റുഡൻസായിട്ട് ഈ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെ റീസണ് പറയുന്നുണ്ടോ ആ റീസൺ കാറ്റഗറിയിൽ പെട്ടവരൊക്കെ നല്ല രീതിയിൽ കാലിഗ്രാഫി പഠിക്കുന്നുണ്ട്, പ്രാക്ടീസിനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എങ്ങനെയെങ്കിലും ഒരു കുറഞ്ഞ സമയം കണ്ടെത്തിയിട്ട് ചെയ്യുക. അപ്പോൾ എനിക്കും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറയുവാണെങ്കിൽ സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഉള്ള സമയം റെക്കോർഡൊക്കെ കണ്ടിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ക്ലാസ് 4 വട്ടമൊക്കെ ആയിട്ടായിരിക്കും ഫിനിഷ് ആക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ പറയാമെന്നൊക്കെ വിചാരിച്ച് വിട്ടുപോയിട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയൽസൊക്കെ എടുത്തു വെച്ചത് മോർണിംഗിൽ പിന്നെ എല്ലാ ഐറ്റംസൊക്കെ കൊണ്ടുവന്നപ്പോൾ എടുത്തു വെച്ചു, എല്ലാതും ക്ലിയർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഒരു വൈകുന്നേരം സമയമാണ്, ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ല, ലൈവ് ക്ലാസ്സാണ്, റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ റെക്കോർഡാണ് കേട്ടോ കാണുന്നത്. റെക്കോർഡ് നോക്കിയിട്ട് അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി, നല്ലോണം മനസ്സിലാവും. അതുപോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കാനുള്ള അവസരം ഉണ്ടെന്ന് വരില്ല. പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുക. നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒതുങ്ങാതെ നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നോ അത് ചെയ്യുക. അതായത് നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അല്ലാതെ അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്നാൽ ആർക്ക് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം, അല്ലാണ്ട് വേറെ ആർക്കും ഒരു നഷ്ടവും ഇല്ല. നമ്മൾ എല്ലാ കാരണങ്ങളും പറഞ്ഞ് നമ്മൾ ഈ ഒതുങ്ങിക്കൂടുന്നതിന് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അല്ലാതെ അതിലപ്പുറം ഒരു സംഭവം നടക്കാനും പോകുന്നില്ല. നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലുള്ളവരായാലും ആരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളവർ ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കുക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പഠിച്ചിട്ട് നീ എന്ത് കിട്ടാനാന്നുള്ളത്. ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, എന്ത് കിട്ടാനാന്നുള്ളത്. അപ്പോൾ മുമ്പൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു റിപ്ലൈസ് കൊടുക്കാൻ. നമുക്ക് റിലേറ്റീവ് ആയാലും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എങ്കിലൊരു എന്ത് കിട്ടാനാന്ന് അതായത് കാലിഗ്രാഫിയൊക്കെ ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ആൻസറൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് കിട്ടാനാണ്? ഇപ്പം ഞാൻ വെച്ചു എന്ത് കിട്ടാൻ, എനിക്കിഷ്ടമാണ്, ഞാനത് ചെയ്യുന്നു, അത്ര എനിക്കുള്ളൂ. ഇപ്പോഴും ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഞാൻ വലിയൊരു ഫാഷൻ ഡിസൈനർ ആവോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഒരുപാട് പൈസ ഉണ്ടാക്കും അങ്ങനെ വിചാരിച്ചിട്ടല്ല. എനിക്കിഷ്ടമാണ്, എനിക്ക് ആഗ്രഹമാണ്, എനിക്ക് ഒരുപാട് പണ്ട് മുതലേ ഉള്ളതാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നു. അതിലപ്പുറം എനിക്കൊന്നുമില്ല ഇതിൽ. എനിക്കിഷ്ടമാണ്, ഞാനത് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ചോദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും. പലരും ചോദിക്കും എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴൊക്കെ ഞാൻ പറയും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെറുതെ സമയം കളയെന്ന് ചോദിക്കും. ഞാൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഫോണിൽ കളിക്കുന്ന സമയം എനിക്കിഷ്ടമുള്ളത് പഠിക്കുന്നു, അല്ല നിങ്ങൾ ഫോണിൽ കളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും, നിങ്ങൾ TV കാണുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. അതിലെന്താണ് ഇത്ര ചോദിക്കാൻ? നിങ്ങളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കാറില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും തിരിച്ചൊരിക്കലും ആ ക്വസ്റ്റ്യൻ വേറൊരാളോട് ചോദിക്കരുത്. എല്ലാവരും ചോദിച്ചു, ആളുകൾ ചോദിച്ചു, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇങ്ങനെയാണെന്ന് പറയുന്നതിലൊരു മനുഷ്യൻ നമ്മളാവാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ, ഞാൻ ഇല്ലെന്ന് വിചാരിക്കുക, എന്തായിട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമുക്ക് കൊടുക്കണതേ കിട്ടുള്ളൂ.
നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഞാൻ എന്തോ പറയില്ലേ, മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ കുറേ മാറി. മുമ്പൊക്കെ ഞാൻ ആരെങ്കിലും കണ്ടാൽ നിനക്ക് ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ടാൽ നീ കുറേ മാറിയല്ലോ, നീ തടിച്ചല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒന്നും ഇല്ലെങ്കിലും ഞാനങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ അടുത്തും തിരിച്ചതുപോലെ തന്നെ ചോദിക്കും, കുറേ പേര് ചോദിക്കും. അപ്പം പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാനത് പാടെ നിർത്തി. ആരെ കണ്ടാലും ഒന്നും അങ്ങനെ നമ്മളെ വിശേഷം ചോദിക്കാനും വേറെ ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും മാറുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ. നമ്മൾ പറഞ്ഞ് കുറേ പറഞ്ഞു അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് സംസാരിക്കാനുള്ളൊരു സ്ഥലമാണ്. എനിക്കിഷ്ടമുള്ളതൊക്കെ സംസാരിക്കാനുള്ളൊരു സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സ് ഏതാണെന്ന് നിങ്ങൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണ് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഞാനൊരു എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇന്ന കോഴ്സ് പഠിക്കണം, അത് ഓൺലൈനായിട്ട് എവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുക. നമ്മൾ മടിയുള്ളവരാണ്, മടി മാറ്റി വെച്ചിട്ട് കൂടുതൽ നമുക്ക് വീട്ടുകാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് പെർഫെക്റ്റ് ഒന്നും ആവണ്ട. വീട്ടുകാർക്കും കുറച്ച് ജോലിയൊക്കെ കൊടുക്കുക. ഇൻഷാ അല്ലാ എല്ലാവരും ഇഷ്ടമുള്ളത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.